നമസ്കാരം. ഗൾഫ് വോയിസ് അവതരിപ്പിക്കുന്ന ഗൾഫ് പ്രവാസികൾ പറയട്ടെ എന്ന പ്രത്യേക പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പാർലമെൻറ്റ് ഇലക്ഷൻ കഴിഞ്ഞു, റിസൾട്ടിന് വേണ്ടി എല്ലാവരും വെയിറ്റ് ചെയ്യുകയാണ്. എന്നാൽ പ്രവാസ ലോകത്തും അതേ വീറും വാശിയോടെ തന്നെയാണ് വെയിറ്റ് ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും പ്രവാസികളുടെ വിലയിരുത്തലുകൾ നമുക്കൊന്ന് ചോദിച്ചറിയാം. എന്നോടൊപ്പം ഇപ്പോൾ ഉള്ളത് ഇൻകാസ് അബുദാബിയുടെ ജനറൽ സെക്രട്ടറിയും അബുദാബിയിലെ കലാ സാംസ്കാരിക രംഗത്തെ നിറസാന്നിധ്യവുമായ സലീം ചിറക്കലാണ്. ഇദ്ദേഹം വോട്ട് ചെയ്യാൻ വേണ്ടി നാട്ടിൽ പോയി പ്രാവശ്യം നമ്മുടെ വരാൻ പോകുന്ന റിസൾട്ടിൻ്റെ വിലയിരുത്തലിനെ കുറിച്ചും അദ്ദേഹം സംസാരിക്കുകയാണ്. പ്രിയമുള്ളവരെ, എല്ലാവർക്കും സ്നേഹ നമസ്കാരം. ഭാരതത്തിൻ്റെ മതേതരത്വവും അഖണ്ഡതയും കാത്ത് സംരക്ഷിക്കേണ്ടതിൻ്റെ ഉത്തരവാദിത്വം നമുക്കെല്ലാവർക്കും ഉള്ളതുകൊണ്ട് തന്നെയാണ് ഈ വർഷത്തെ ലോകസഭ തെരഞ്ഞെടുപ്പിന് നാട്ടിൽ പോയത്. നാട്ടിലെ കാഠിന്യമേറിയ ചൂടും അതോടൊപ്പം തന്നെ ഇലക്ഷൻ്റെ ചൂടും ഒരേ സമയത്തായിരുന്നു. പക്ഷേ നമ്മുടെ ജനാധിപത്യ വിശ്വാസികൾക്ക് ഈ ചൂട് ഒരു പ്രശ്നമായിരുന്നില്ല. ഇന്ത്യ നിലനിൽക്കണമെന്നും നമ്മളിതുവരെ കാത്തു സൂക്ഷിച്ച ഭരണഘടനയുടെ കീഴിൽ മുന്നോട്ട് പോകണമെങ്കിൽ ഈ തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യേണ്ടതും ഇതിനെതിരെ പ്രതികരിക്കേണ്ടതും ഓരോ ഇന്ത്യക്കാരൻ്റെയും ആവശ്യം എന്നുള്ളത് ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തുവാനും അതിൽ പങ്കാളിയാവുക എന്ന ലക്ഷ്യത്തിലാണ് പോയത്. തീർച്ചയായും വളരെ ശുഭാപ്തി പ്രതീക്ഷയുണ്ട്. ഇന്ത്യയിൽ ഇന്ത്യ മുന്നണി കേവല ഭൂരിപക്ഷത്തിനപ്പുറം സീറ്റുകൾ നേടിക്കൊണ്ട് അധികാരത്തിൽ വരും. ഇന്ത്യയിലെ മതവെറിയന്മാരെ, വർഗീയവാദികളെ ഭാരതത്തിൻ്റെ മണ്ണിൽ നിന്നും തുടച്ചു നീക്കും എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അതിന് ഇന്ത്യ മുന്നണിക്ക് ഒപ്പം നിന്ന എല്ലാ പാർട്ടികളോടും നന്ദി രേഖപ്പെടുത്തുകയാണ്. അത് ഈ ജൂൺ 4-ാം തീയതി കിഴക്കൻ ചക്രവാളത്തിൽ സൂര്യൻ ഉദിച്ചു വരുമ്പോൾ ഇന്ത്യയുടെ ഭരണസിര കേന്ദ്രത്തിൽ ഇന്ത്യൻ മുന്നണിയുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് നേതൃത്വം നൽകുന്ന ഒരു പുതിയ ഭരണം നിലവിൽ വരും എന്നുള്ള പ്രതീക്ഷയുണ്ട്. സലീം കാ, പിന്നെ നമ്മുടെ കേരളത്തിൻ്റെ ടോട്ടൽ വിലയിരുത്തൽ എന്താണ്? കേരളത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാനൊരു കോൺഗ്രസ്സുകാരനും UDF പ്രവർത്തകൻ എന്ന നിലയിൽ 20-20 കിട്ടും എന്നുള്ളതാണ് ഞങ്ങളുടെ പ്രതീക്ഷ. എന്നിരുന്നാലും 2-4 മണ്ഡലങ്ങളിൽ വളരെ ടൈറ്റ് മത്സരങ്ങൾ തന്നെ നടന്നിട്ടുള്ളത്. എന്നാലും അതിൻ്റെ നേരിയ ഭൂരിപക്ഷത്തിൽ 20-20 UDF നേടും എന്നാണ് എൻ്റെ ഒരു നേരിട്ട് കണ്ട കാഴ്ചപ്പാടിൽ പറയാനുള്ളത്. അല്ല, എനിക്ക് ചോദിക്കാനുള്ളത്, താങ്കളൊരു തൃശ്ശൂർ ജില്ലക്കാരനാണ്. അപ്പോൾ കേരളം ഉറ്റുനോക്കുന്ന ഒരു മണ്ഡലം തന്നെയാണ്. അപ്പോൾ തൃശ്ശൂർ മണ്ഡലത്തെക്കുറിച്ച് എന്താണ് അഭിപ്രായം? തൃശ്ശൂർ കേരളത്തിലെ ഏറ്റവും നല്ല മത്സരം നടന്നൊരു മണ്ഡലമാണ്. വളരെ അനായാസേന LDFന് ജയിക്കാൻ സാധ്യത ഉണ്ടായിരുന്നൊരു മണ്ഡലമായിരുന്നു തൃശ്ശൂർ. പക്ഷേ യഥാർത്ഥ ലീഡർ K. കരുണാകരൻ്റെ പ്രിയപുത്രൻ K. മുരളീധരൻ തൃശ്ശൂർ വന്നപ്പോൾ അതെല്ലാം തിരുത്തി കുറിച്ച് കഴിഞ്ഞു. അവിടെ വളരെ എത്ര വലിയ മത്സരങ്ങളും അല്ലെങ്കിൽ സുരേഷ് ഗോപിയുടെ നടന വൈഭവമൊന്നും അവിടെ വില പോയിട്ടില്ല. അത് ഞങ്ങളുടെ ലീഡർ K. മുരളീധരൻ തൃശ്ശൂർ ജില്ല പിടിച്ചെടുക്കും, അതിലൊരു സംശയമില്ല. ഏതായാലും സലീം കയുടെ വിലയേറിയ അഭിപ്രായങ്ങൾക്ക് നന്ദി. നിങ്ങളേതാ മണ്ഡലം? കാസർഗോഡ് മണ്ഡലം. ഈ കാസർഗോഡ് മണ്ഡലത്തെക്കുറിച്ചുള്ള വിലയിരുത്തൽ എന്താണ് നമ്മുടെ ഇലക്ഷൻ റിസൾട്ടായിട്ട് ബന്ധപ്പെട്ട്? കാസർഗോഡ് തീർച്ചയായിട്ടും ബാലകൃഷ്ണ മാസ്റ്ററിനെ വിജയിക്കും. ഉറപ്പായിട്ട് 10-25,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ ജയിക്കുന്ന ഉറപ്പ് തീർച്ചയായിട്ടും. കാരണം കോൺഗ്രസിൻ്റെ ഇപ്പോൾ പാർലമെൻറ്റിലേക്കായെങ്കിലും പോയെങ്കിലും ഇപ്പോൾ ബില്ല് വന്ന്, ഇപ്പോൾ പാർലമെൻറ്റിൽ NIA ബില്ല് വന്ന്, അതേപോലെ മുത്തലാഖ് ബില്ല് വന്ന്, പൗരത്വത്തിൻ്റെ ഇത് വന്ന്, എല്ലാത്തിലും ഇരട്ടത്താപ്പാണ് കോൺഗ്രസ് സ്വീകരിച്ചിട്ടുള്ളത്. കാരണം ഈ മതേതര കേരളത്തിൽ കാസർഗോഡ് എന്തായാലും ഇടതുപക്ഷം തന്നെ വിജയിക്കുന്നതാണ് എൻ്റെ പ്രതീക്ഷ. എന്നോടൊപ്പം ഇപ്പോൾ ഉള്ളത് അബുദാബി കേരള സോഷ്യൽ സെൻ്ററിൻ്റെ മുൻ ജനറൽ സെക്രട്ടറിയും അബുദാബി മലയാളം മിഷൻ ചാപ്റ്റർ സെക്രട്ടറിയും കൂടിയായ സഫറുള്ള പാലപ്പെട്ടിയാണ്. നമ്മുടെ പാർലമെൻറ്റ് ഇലക്ഷനെക്കുറിച്ചുള്ള ഒരു വിലയിരുത്തലാണ്. ദേശീയ രാഷ്ട്രീയം ഏറെ ചർച്ച ചെയ്യപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പാണ് കഴിഞ്ഞുപോയത്. കാരണം ജനങ്ങൾ ഏറ്റവും കൂടുതൽ ഭയാശങ്കയിലും ആശങ്കയിലും നിലനിൽക്കുന്ന ഒരു സാഹചര്യം കൂടിയായിരുന്നു. കാരണം രാജ്യം വല്ലാതെ മതപരമായി ധ്രുവീകരിക്കപ്പെട്ട അല്ലെങ്കിൽ മതപരമായി വിഭജിക്കപ്പെട്ട ഒരു സാഹചര്യം നിലനിൽക്കുന്ന ഘട്ടത്തിലാണ് ഈ 18-ാം ലോകസഭാ തെരഞ്ഞെടുപ്പ് നടന്നത്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം
2019 നിന്നും വ്യത്യസ്തമായ ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. കാരണം 2019 അന്ന് ഒരു ഭാവിയിലെ പ്രധാനമന്ത്രിയാണ് കേരളത്തിൽ മത്സരിക്കുന്നതെന്നൊരു പ്രചരണവും അതോടൊപ്പം തന്നെ ശബരിമല ഇഷ്യൂവും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ വളരെയേറെ പ്രതികൂലമായി ബാധിക്കുകയും ഐക്യമുന്നണിക്കത് അനുകൂലമായി സംഭവിക്കുകയും ചെയ്തു. പക്ഷേ ഇപ്പോൾ അത്തരം ഒരു സാഹചര്യം നിലവിലില്ല. ഇപ്പോൾ കൃത്യമായ രാഷ്ട്രീയം ചർച്ച ചെയ്യപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പാണ് നടന്നത്. അതുകൊണ്ട് തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഏറെ പ്രതീക്ഷ നൽകുന്ന ഒരു റിസൾട്ടാണ് ഏറെ നമ്മൾ കാത്തിരിക്കുന്നത്. കാരണം എല്ലാ 20 മണ്ഡലങ്ങളിലും രാഷ്ട്രീയം ചർച്ച ചെയ്യപ്പെടുമ്പോൾ നമ്മളെ വളരെയേറെ വേദനിപ്പിച്ച ഒരു പ്രചരണം വടകര മണ്ഡലത്തിൽ നടന്നു എന്നത്, പ്രത്യേകിച്ച് മതനിരപേക്ഷ കേരളത്തെ സംബന്ധിച്ചിടത്തോളം, ഏറ്റവും സമ്പൂർണ്ണ സാക്ഷരത നിലനിൽക്കുന്ന കേരളത്തെ സംബന്ധിച്ചിടത്തോളം, ഏറ്റവും കൂടുതൽ രാഷ്ട്രീയ പ്രബുദ്ധത നിലനിൽക്കുന്ന കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഏറെ വേദനാജനകമായ ഒരു പ്രചരണമാണ് വടകരയിൽ നടന്നത് എന്ന് പറയാതിരിക്കാൻ വയ്യ. ലോകം പോലും ആദരിക്കപ്പെട്ട, അല്ലെങ്കിൽ ലോകം പോലും ആദരിച്ച ഒരു മഹത് വ്യക്തിയായിരുന്നു, ഒരു മഹതിയായിരുന്നു ശൈലജ ടീച്ചർ. പക്ഷേ അവർ എന്നു മുതലാണ് ഈ കൂട്ടർക്ക് കാഫിറായി മാറിയത് എന്നത് വളരെ വേദന ജനിപ്പിക്കുന്ന. മറ്റെല്ലാ മണ്ഡലങ്ങളിലും രാഷ്ട്രീയം ചർച്ച ചെയ്യപ്പെടുമ്പോൾ വടകരയിൽ വർഗീയത പ്രചരിപ്പിക്കുന്ന രീതിയിൽ അതുപോലെ തന്നെ മോർഫിങ്ങിലൂടെ അവരെ വളരെ മോശമായി ചിത്രീകരിക്കുന്ന രീതി. കാരണം ഒരു ശരാശരി കേരള ജനതയുടെ അമ്മയോളം പ്രായമുള്ള ഒരു വനിത കൂടിയാണ്, അല്ലെങ്കിൽ ഏറെ ബഹുമാനിക്കപ്പെട്ട ഒരു വ്യക്തി കൂടിയായിരുന്ന ശൈലജ ടീച്ചറെ അത്രയേറെ മോശമായി ചിത്രീകരിച്ചു എന്നതും മാത്രമല്ല, അവിടെ നടന്ന വർഗീയപരമായുള്ള പ്രചരണം കേരളത്തിന് മൊത്തത്തിൽ കേരളീയ മനസ്സിനെ മുറിവേൽപ്പിച്ച ഒരു സംഭവം കൂടിയാണ്. ആ മുറിവ് ഇനി ഉണങ്ങണമെങ്കിൽ ഒരു പക്ഷേ ഒരുപാട് കാലം നമ്മൾ കാത്തിരിക്കേണ്ടി വരും. കാരണം വടകര പോലുള്ള ദേശീയ മുസ്ലിംസ് ഏറ്റവും കൂടുതലുള്ള ഒരു മേഖല കൂടിയാണ്. അവിടെയാണ് ഇത്തരത്തിലുള്ള 2 വോട്ടിന് വേണ്ടി വളരെ മോശപ്പെട്ട രീതിയിൽ വർഗീയ പ്രചരണം നടത്തിയത്. അത് നമുക്കേറെ വേദന ജനിപ്പിക്കുന്നു. പക്ഷേ അതിനെല്ലാം അതിജീവിച്ചുകൊണ്ട് ശൈലജ ടീച്ചർ ഉൾപ്പെടെ വടകര മണ്ഡലം ഉൾപ്പെടെ ഒട്ടുമിക്ക മണ്ഡലത്തിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വിജയം കൈവരിക്കുമെന്ന പ്രതീക്ഷയിലാണ് ഇടതുപക്ഷം. അപ്പോൾ നമ്മുടെ കേന്ദ്രത്തിൽ ഇനി ആര് വരും എന്നുള്ളതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. എന്താണ് അഭിപ്രായം? തീർച്ചയായും ഇന്ത്യ മുന്നണിക്ക് വളരെ അനുകൂലമായ കാറ്റാണ് ഇന്ത്യയിൽ ഒട്ടാകെ വീശിക്കൊണ്ടിരിക്കുന്നത്. ആദ്യഘട്ട തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ വളരെ മിതത്വം പാലിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പിനെ നേരിടുകയും, 2ാം ഘട്ട തെരഞ്ഞെടുപ്പ് നടത്തുമ്പോൾ അതിൽ നിന്നും കുറച്ചും കൂടെ വ്യത്യസ്തമായ രീതിയിൽ വർഗീയ പ്രചരണത്തിലേക്ക് എത്തുകയും, 3ാം ഘട്ട തെരഞ്ഞെടുപ്പ് എത്തുമ്പോഴേക്കും പച്ചയായ വർഗീയ പ്രചരണത്തിലേക്ക് എത്തുന്ന രീതിയിലേക്ക് ഇന്ത്യൻ പ്രധാനമന്ത്രി മാറിയിട്ടുണ്ടെങ്കിൽ യാതൊരു സംശയവും വേണ്ട, ഇന്ത്യ മുന്നണി തന്നെ അധികാരത്തിലെത്തും. ഈ വോട്ടിംഗ് മെഷീനിന്മേൽ ഈ കുതന്ത്രങ്ങൾ പയറ്റിയിട്ടില്ല എങ്കിൽ ഒരു സംശയം വേണ്ട, ഇന്ത്യ മുന്നണി തന്നെ ഇനിയുള്ള കാലം മുഴുവനും ഇന്ത്യ ഭരിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. താങ്കളുടെ മണ്ഡലം ഏതാണ്? പൊന്നാനി മണ്ഡലം. ഈ പറഞ്ഞ പോലെ തന്നെ ഏറ്റവും കൂടുതൽ ജനങ്ങൾ ഉറ്റുനോക്കുന്ന മറ്റൊരു മണ്ഡലമാണ് പൊന്നാനി മണ്ഡലം. അത് ആ മണ്ഡലത്തെക്കുറിച്ചുള്ള വിലയിരുത്തൽ എന്താ? പൊന്നാനി പാർലമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പിൽ ഏറെ ചർച്ച ചെയ്യപ്പെട്ട ഒരു മണ്ഡലം കൂടിയാണ്. കാരണം കാലാകാലങ്ങളിലായി ആര് നിന്നാലും ഞങ്ങൾ ജയിച്ചു പോരും എന്ന ഒരവസ്ഥ മാറി എന്നത് തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ നമുക്ക് കാണാൻ കഴിഞ്ഞത്. അതുകൊണ്ട് തന്നെയാണ് തൊഴുത്തു മാറിക്കെട്ടിയെന്ന് എതിരാളികൾ അല്ലെങ്കിൽ പൊതുവെ പ്രചരിപ്പിക്കുന്ന രീതിയിൽ പൊന്നാനിയിലെ എം പിയെ കൊണ്ടുപോയി മലപ്പുറത്തെ എം പിയെ കൊണ്ടുപോയി പൊന്നാനിയിലും നിർത്തിയത് തന്നെ അവർ പരാജയം മണത്തതിൻ്റെ അടിസ്ഥാനത്തിലാണ്. മാത്രമല്ല, മലബാറിലെയും വിശിഷ്യ മലപ്പുറത്തെയും മുസ്ലിം ജനത, കാരണം പ്രത്യേകം എടുത്ത് പറയുന്നത്, കാരണം മുസ്ലിം ഭൂരിപക്ഷമുള്ള ഒരു പ്രദേശമായതുകൊണ്ട് മലപ്പുറം ജില്ലയിലെ മുസ്ലിം ജനത മാറി ചിന്തിക്കാൻ തുടങ്ങി എന്നത്. കാരണം ഇനിയുള്ള കാലം മതം പറഞ്ഞ് ഞങ്ങളെ പറ്റിക്കാൻ കഴിയില്ല എന്ന ഒരു തിരിച്ചറിവ് അവിടെ ഉണ്ടായിരുന്നു. ആ തിരിച്ചറിവിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് സമസ്ത പോലും ഇന്ന് മുസ്ലിം ലീഗിനെതിരെ തിരിഞ്ഞൊരു സാഹചര്യം നിലനിൽക്കുന്നത്. ഒരു പക്ഷേ ഈ തെരഞ്ഞെടുപ്പ് സൃഷ്ടിച്ച ഒരു പ്രതിഫലനം കൂടിയാണ്
സമസ്തയും ലീഗിലും ഉണ്ടായ ഒരു ഭിന്നിപ്പിന് കളമൊരുക്കിയത് ഒരു പക്ഷേ ഈ തെരഞ്ഞെടുപ്പ് അവിടുത്തെ അവിടുത്തെ ജനത മാറിച്ചിന്തിച്ചതിൻ്റെ ഒരു ഫലം കൂടിയാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. തീർച്ചയായും ഇത്തവണ പൊന്നാനി ഹംസ ജയിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അബുദാബി KMCC പ്രസിഡന്റ് ശ്രീ ഷുക്കൂർ അലി കല്ലിങ്ങലാണ് എന്നോടൊപ്പം ഉള്ളത്. ഷുക്കൂർക്ക, നമ്മുടെ ഇലക്ഷന് കഴിഞ്ഞു. നമ്മളെല്ലാവരും പ്രത്യേകിച്ച് പ്രവാസികളൊക്കെ വളരെ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് റിസൾട്ട് എന്താവും എന്നുള്ളത്. അപ്പോൾ എന്താണ് താങ്കളുടെ ഒരു വിലയിരുത്തൽ? പൊതുവെയുള്ള ഈ തെരഞ്ഞെടുപ്പിൻ്റെ 6 ഘട്ടം കഴിഞ്ഞ ഒരു സാഹചര്യത്തിൽ 7ാം ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. എല്ലാ രാഷ്ട്രീയ നിരീക്ഷകരും തെരഞ്ഞെടുപ്പ് നല്ല രൂപത്തിൽ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന വിദഗ്ധരുമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒരു മതേതര മുന്നണിക്ക്, മതേതര ചേരിക്ക്, ജനാധിപത്യ ശക്തികൾക്ക് വലിയ കരുത്ത് പകരുന്ന ആശ്വാസകരമാകുന്ന റിസൾട്ടാവും 4-ാം തീയതി ഉണ്ടാവുക എന്നുള്ള തരത്തിലാണ്. ആ നിലക്കാണ് നമ്മുടെയൊക്കെ പ്രതീക്ഷയും, പ്രത്യേകിച്ചും പ്രവാസി സമൂഹത്തിൻ്റെയൊക്കെ. നമുക്കറിയാം, ഇന്ത്യയുടെ മതേതര വിശ്വാസം, ഇന്ത്യയുടെ മതേതരത്വത്തിൻ്റെ ആത്മാവെന്ന് പറയുന്നതിനെ തല്ലിക്കെടുത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമം ഉണ്ടാകുമ്പോഴൊക്കെയും മതേതര ശക്തികൾ ഒന്നിച്ചു നിന്ന് അതിനെ ചേർത്ത് തോൽപ്പിക്കുന്ന ഒരു രീതിയാണ് ഇന്ത്യക്കുള്ളത്. ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, കഴിഞ്ഞ 10 വർഷക്കാലത്തോളമായി ഇന്ത്യയുടെ ജനാധിപത്യ മതേതരത്വ ആത്മാവിന് വല്ലാതെ മുറിവ് പറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെ പോകുമ്പോൾ ഈ തെരഞ്ഞെടുപ്പ് ഒരു ഉയർത്തെഴുന്നേൽപ്പ് നമുക്കുണ്ടാകും എന്നുള്ള വലിയ പ്രതീക്ഷയുണ്ട്. അത് 4-ാം തീയതി വരുന്ന റിസൾട്ട് തീർച്ചയായും നമുക്ക് കാണാൻ കഴിയുമെന്ന വലിയ പ്രതീക്ഷയാണ് ഉള്ളത്. എങ്ങനെയാണ് കേരളത്തിൻ്റെ റിസൾട്ട് നോക്കി കാണുന്നത്? എന്താണ് അതിൻ്റെ ഒരു വിലയിരുത്തൽ? അതിൽ നോ ഡൗട്ട് 20 സീറ്റും ഐക്യജനാധിപത്യ മുന്നണിക്ക് ലഭിക്കും. കാരണം കേരളത്തിൽ 2 കാര്യമുണ്ട്. ഒന്ന്, മതേതരത്വ ചേരിക്കൊപ്പം നിൽക്കുക, ഇന്ത്യയെ നയിക്കുവാൻ ഇന്ത്യ മുന്നണിക്ക് കഴിയൂ എന്നുള്ള ഒരു ബോധ്യം കേരളത്തിലെ മതേതര വിശ്വാസികൾക്കാകെയുമുണ്ട്. എപ്പോഴും മതേതരത്വ ശക്തിയുടെ കൂടെ നിന്ന സംസ്ഥാനമാണ് കേരളം. ഇന്ത്യയുടെ മറ്റ് പല സംസ്ഥാനങ്ങളും മാറി ചിന്തിക്കുമ്പോഴും കേരളത്തിൽ അതിനൊരു ഇടം കൊടുക്കാതെ കാത്തു സൂക്ഷിച്ചവരാണ് കേരളീയ മനസ്സ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ തെരഞ്ഞെടുപ്പ് അത്യന്തം നിർണായകമാണ് എന്നിരിക്കെ 20 സീറ്റിലും ഐക്യജനാധിപത്യ മുന്നണി വിജയം കൈവരിക്കും. കാരണം കോൺഗ്രസ്സിനാണ് ഇന്ത്യയെ രക്ഷിക്കുവാൻ കഴിയുകയുള്ളൂ. കോൺഗ്രസ് നേതൃത്വം നൽകുന്ന മുന്നണിക്ക് മാത്രമേ ഇന്ത്യയെ രക്ഷിക്കുവാൻ കഴിയൂ എന്നുള്ള വിശ്വാസം കേരളീയർക്ക് ആകെയുമുണ്ട്. അതിൻ്റെ റിസൾട്ട് കൂടി നമുക്ക് കാണാൻ കഴിയും. കേരളത്തിലൊരു 2020 പ്രതീക്ഷിക്കാം. തീർച്ചയായിട്ടും 2020 ആണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ തന്നെയാണ് പൊതുവെയുള്ള വിലയിരുത്തലുകളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത്. ഷുക്കൂർക്ക് ഏതാ മണ്ഡലം ശരിക്കും? ഞാൻ പൊന്നാനി. പൊന്നാനി മണ്ഡലം. നമ്മളെപ്പോഴും പറയുന്ന പോലെ കേരളം ഉറ്റുനോക്കുന്ന ഒരു മണ്ഡലമാണ് പൊന്നാനി മണ്ഡലം. പൊന്നാനി മണ്ഡലം ആർക്ക് കിട്ടും? എന്താണ്? കേരളം പൊതുവെ പൊന്നാനി മണ്ഡലത്തെ ഉറ്റുനോക്കാറുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം പൊന്നാനിയെപ്പോലെ മുസ്ലിം ലീഗിൻ്റെ പൊന്നാപുരം കോട്ട, അതിൽ എന്താ ഡൗട്ടുള്ളത്? ഈ പ്രാവശ്യവും അത് മൃഗീയമായ ഭൂരിപക്ഷത്തിൽ ഞങ്ങളുടെ പ്രിയങ്കനായ സാരഥി MP അബ്ദുസ്സമദ് സമദാനി സാഹിബ് വെന്നിക്കൊടി പാറിക്കും. നോ ഡൗട്ട് അറ്റ് ഓൾ. നമസ്കാരം. നമസ്കാരം. നമ്മുടെ ഇലക്ഷനൊക്കെ കഴിഞ്ഞു. റിസൾട്ടിന് വേണ്ടി കട്ട വെയിറ്റിങ്ങിലാണ് നമ്മളെല്ലാവരും. എന്താണ് ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. അപ്പോൾ എന്താണ് വിലയിരുത്തൽ താങ്കളുടെ? എൻ്റെ അഭിപ്രായം പറയുകയാണെങ്കിൽ കേരളത്തിൽ ഇടതുപക്ഷത്തിന് നല്ലൊരു വിജയം ഉണ്ടാവും. കൂടാതെ അത് കേന്ദ്രത്തിൽ അത് ഇന്ത്യ മുന്നണിക്കൊരു കരുത്തുറ്റൊരു സപ്പോർട്ടുമായിരിക്കും ഇടതുപക്ഷം. അപ്പം ഒരു 10-ൽ കൂടുതലൊരു സീറ്റാണ് ഇടതുപക്ഷം പ്രതീക്ഷിക്കുന്നത് കേരളത്തിൽ. അതെ. ഏതാ മണ്ഡലം? ഞാൻ പത്തനംതിട്ട മണ്ഡലമാണ്. പത്തനംതിട്ട മണ്ഡലം. അപ്പോൾ താങ്കളുടെ സ്വന്തം മണ്ഡലത്തെ പറ്റി എന്താണ് ഒരു വിലയിരുത്തൽ? ടോട്ടലി ഇടതുപക്ഷം തിരിച്ചു പിടിക്കുമെന്നാണ്. ഒരു കോൺഗ്രസ് മണ്ഡലമായിരുന്നു, പക്ഷേ ഈ പ്രാവശ്യം അത് തിരിച്ചു പിടിക്കാനുള്ള എല്ലാ സാധ്യതകളും കാണുന്നുണ്ട്. അവിടുത്തെ MP-യുടെ പ്രകടനം മോശമായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ട് നോക്കുമ്പോൾ തിരിച്ചു പിടിക്കാനുള്ള ഒരു സാധ്യത, നല്ല സാധ്യതയുണ്ട്. നമുക്ക് പ്രതീക്ഷിക്കാം. നാട്ടിലിപ്പോൾ ഇലക്ഷനൊക്കെ കഴിഞ്ഞു. റിസൾട്ട് ഇപ്പം നമുക്ക് പ്രത്യേകിച്ച് ഇപ്പോൾ കേരളത്തിൽ ട്രെൻഡ് നോക്കുവാണെങ്കിൽ കോൺഗ്രസിനാണ് കൂടുതൽ സാധ്യത കാണുന്നത്. CPM നല്ലൊരു മത്സരം നടത്തിയെങ്കിലും നാട്ടിലൊരു ഗ്രൗണ്ട് റിയാലിറ്റി നോക്കുവാണെങ്കിൽ കൂടുതൽ ഇപ്രാവശ്യം കോൺഗ്രസിന് ചാൻസ് ഉണ്ട്. പക്ഷെ ചില മണ്ഡലങ്ങളിൽ CPM ഒരു നല്ല രീതിയിലുള്ള പെർഫോമൻസ് കാണിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് തൃശ്ശൂർ മണ്ഡലത്തിലും പിന്നെ വടകര ഏറ്റവും കൂടുതൽ നമ്മൾ നോക്കുന്ന ഒരു മണ്ഡലമാണ്. അവിടെ ഷാഫിയും പിന്നെ നമ്മളെ ടീച്ചറമ്മയും അതിൽ ആര് ജയിക്കും എന്നുള്ളതും ഒരു പ്രതീക്ഷയുള്ള ഒരു കാര്യമാണ്. അപ്പം CPM കുറച്ച് സീറ്റ് കിട്ടാൻ ചാൻസ് ഉണ്ടെങ്കിലും
മെയിനായിട്ട് കോൺഗ്രസ് ആയിരിക്കും ഇപ്രാവശ്യം എന്തായാലും കേരളത്തിൽ കൂടുതൽ സീറ്റുകൾ നേടാൻ പോകുന്നത്. എൻ്റെ മണ്ഡലം കാസർഗോഡാണ്. അവിടെ എന്തായാലും ഉണ്ണിത്താൻ ജയിക്കാനാണ് സാധ്യത. കാരണം പ്രത്യേകിച്ച് മുസ്ലിം ലീഗിൻ്റെ ആ ഒരു ഇൻവോൾവ്മെൻറ്റും കോൺഗ്രസും മുസ്ലിം ലീഗും നന്നായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. ഞാൻ ഒരു CPM അനുഭാവിയാണ്, എന്നാലും ഗ്രൗണ്ട് റിയാലിറ്റി അതാണ്. കൂടുതൽ ഇപ്രാവശ്യം ആ ഒരു യൂണിറ്റി അവർ അവിടെ കാഴ്ചവെച്ചിട്ടുണ്ട്, പ്രത്യേകിച്ച് എൻ്റെ മണ്ഡലത്തിൽ. അപ്പോൾ അവിടെ ഉണ്ണിത്താൻ ജയിക്കുമെന്നാണ് തോന്നുന്നത്. കേന്ദ്രത്തിൽ ഇപ്പം ഇന്ത്യ സഖ്യം ജയിക്കണം എന്നാണ് ആഗ്രഹമെങ്കിലും റിയാലിറ്റി നോക്കുവാണെങ്കിൽ എന്തായാലും ഇപ്രാവശ്യം NDA തന്നെയാണ് കൊണ്ടുപോകാൻ സാധ്യത. കാരണം ആ ഒരു ലെവലിലുള്ള ഒരു എന്തായാലും പ്രവർത്തനം അവർ നടത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ച് വാട്സപ്പിലായാലും മറ്റുള്ള കാര്യങ്ങളിലായാലും സോഷ്യൽ മീഡിയയിലായാലും അവർ നന്നായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് കാണാൻ സാധ്യതയുണ്ട്. അവർ ഓരോ ഘട്ടത്തിൻ്റെ ഇലക്ഷൻ ഘട്ടത്തിലും അവർ ആ ഒരു ഏരിയ ഫോക്കസ് ചെയ്തിട്ടാണ് മെയിനായിട്ട് വർക്ക് ചെയ്തിരിക്കുന്നത്. ഇപ്പം ചില ഘട്ടങ്ങളിൽ അവർ ഇപ്പം എന്താ പറയുക റിലീജിയസ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഹെയ്റ്റ് പ്രൊപ്പഗാൻഡ നടത്തി. ചില സ്ഥലങ്ങളിൽ അവർ മുസ്ലിം ഭൂരിപക്ഷമുള്ള സ്ഥലങ്ങളിൽ അവർ മുസ്ലിങ്ങളെ കൂടുതൽ സപ്പോർട്ട് ചെയ്തിട്ട് പറഞ്ഞു. അങ്ങനെ മൈൻഡ് ഗെയിം നന്നായിട്ട് ഇപ്രാവശ്യം വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇപ്രാവശ്യവും NDA ആണ് ജയിക്കാൻ സാധ്യത. പക്ഷേ എന്നാലും സീറ്റ് അവർക്ക് കുറയാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. ഇന്ത്യൻ അലയൻസ് കൂടുതൽ ഇപ്രാവശ്യം ആക്റ്റീവായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷേ കുറച്ച് ലേറ്റായി പോയി. കുറച്ചും കൂടി നേരത്തെ വർക്ക് ചെയ്തിരുന്നെങ്കിൽ എന്തെങ്കിലും ഒരു പ്രതീക്ഷ ഉണ്ടാവും. ഏതായാലും നമ്മുടെ പ്രവാസ ലോകത്തും ഇതാ ചൂടേറിയ ചർച്ചയാന്ന് തോന്നുന്നു. കുറച്ച് സുഹൃത്തുക്കൾ ഇവിടെ ഇരുന്ന് ചായ അടിക്കുന്നുണ്ട്. അപ്പോൾ അവരോട് അഭിപ്രായങ്ങൾ ചോദിക്കാം. എന്താ പേര്? നൗഷാദ്. പേര്? ഹുസൈൻ. എൻ്റെ ഷാഹിദ്. അപ്പോൾ ഏതായാലും നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ ഇലക്ഷനൊക്കെ കഴിഞ്ഞു. ഇപ്പോൾ റിസൾട്ടിന് വേണ്ടി നമ്മൾ പ്രത്യേകിച്ച് നാട്ടിലുള്ളവരെ പോലെ തന്നെ പ്രവാസികളും ഭയങ്കര പ്രതീക്ഷയിലാണ്. എന്താണ് നിങ്ങളൊരു കാഴ്ചപ്പാട് ടോട്ടൽ? കേന്ദ്രത്തിൽ റിസൾട്ട് വരുമ്പോൾ വളരെ പ്രതീക്ഷയോടെയാണ് ഞങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുന്നത്. കാരണം ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരും എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ പ്രതീക്ഷ. അതുമാത്രമല്ല UDF കേരളത്തിൽ 19 സീറ്റ് കഴിഞ്ഞ പ്രാവശ്യം എടുത്തിട്ടുണ്ടെങ്കിൽ ഈ പ്രാവശ്യം 2020 നിലനിർത്തും എന്ന് തന്നെയാണ്. 2020 ആയിരിക്കും കേരളത്തിൽ. അത് മാത്രമല്ല പിന്നെ ഞങ്ങളൊക്കെ ഒരേ മണ്ഡലത്തിൽപ്പെട്ട ആളുകളാണ്. മണ്ഡലം പൊന്നാനി മണ്ഡലം. മൂന്നുപേരും പൊന്നാനി മണ്ഡലമാണ്. അപ്പോൾ മണ്ഡലം പാർലമെൻറ്റ് മണ്ഡലം ഒന്നാണ്, പൊന്നാനി മണ്ഡലമാണ്. പൊന്നാനി മണ്ഡലം ഒരുപാട് കാലങ്ങളായി ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു മണ്ഡലമാണ്. എന്താകും എന്നുള്ളൊരു എന്താണ് പ്രതീക്ഷ സ്വന്തം മണ്ഡലത്തെ പറ്റി? പൊന്നാനി മണ്ഡലം പൊതുവെ ഇടതുപക്ഷത്തിൻ്റെ ഒരു പരീക്ഷണശാലയാണ്. പല ഇലക്ഷനിലും പല ഇലക്ഷനിലും പല സ്ഥാനാർത്ഥികൾ അവർ കൊടുത്ത് പരീക്ഷിക്കും. പക്ഷെ ഇപ്രാവശ്യം അവർ കൊടുക്കുന്നത് നമ്മുടെ സമൂഹത്തെ അല്ലെങ്കിൽ നാടിനെ ഒരു വിഭജിക്കുക എന്നുള്ള നിലത്തേക്കാണ് അവർ കൊടുന്നതെങ്കിലും അതൊന്നും വക മാറ്റിക്കൊണ്ട് തന്നെ നല്ല രീതിയിൽ നമ്മൾ അബ്ദുൽ സമദ് സമദാനി സാഹിബ് ജയിക്കും എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതേപോലെ തന്നെ നമ്മുടെ ഇന്ത്യയുടെ ഇലക്ഷൻ നോക്കുകയാണെങ്കിൽ ഇലക്ഷൻ തുടങ്ങേണ്ട സമയത്ത് യാതൊരു പ്രതീക്ഷകളും വളരെ കുറവായിരുന്നു. പക്ഷെ ഇപ്പോഴത്തെ ട്രെൻഡ് കണ്ടിട്ട് ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരും എന്നുള്ളതാണ് ഞങ്ങൾക്ക് പ്രതീക്ഷിക്കുന്നത്. എന്താണ് ഒരു കാഴ്ചപ്പാട്? ഇദ്ദേഹം പറഞ്ഞ പോലെ തന്നെ 2020 20 സീറ്റ് UDF കരസ്ഥമാക്കും തീർച്ചയായിട്ടും. കേന്ദ്രത്തിൽ ഞങ്ങൾ നേരത്തെ വരൊക്കെ 400 സീറ്റ് കിട്ടുന്നൊക്കെ വലിയ വീമ്പളക്കിരുന്ന NDA മുന്നണി അവർ തന്നെ വിറച്ചിരിക്കുകയാണ്. ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരുന്നതാണ് ഞങ്ങളെല്ലാവരും പ്രതീക്ഷിക്കുന്നത്. തീർച്ചയായിട്ടും വരട്ടെ നിങ്ങൾ പ്രാർത്ഥിക്കണം. നല്ലൊരു മാറ്റം ഇന്ത്യക്ക് ഉണ്ടാവും തീർച്ചയായിട്ടും. ഇവിടെ പാർലമെൻറ്റ് മണ്ഡലം ഒന്നാണെങ്കിലും നിയമസഭാ മണ്ഡലങ്ങൾ വേറെ വേറെയാണ്. അപ്പോൾ സ്വന്തം മണ്ഡലത്തെ പറ്റി ചോദിക്കാം. അപ്പോൾ നിങ്ങളെ നിയമസഭാ മണ്ഡലം നിങ്ങൾ ഏതാണ്? എൻ്റെ നിയമസഭാ മണ്ഡലം തവനൂരാണ്. തവനൂർ ഇപ്പോൾ നിലവിലെ MLA എല്ലാവർക്കും അറിയില്ലോ, KT ജലീലാണ്. പിന്നെ പാർലമെൻറ്റ് ഇലക്ഷൻ വരുമ്പോൾ എപ്പോഴും UDFനാണ് അവിടെ ഭൂരിപക്ഷം ഉണ്ടാവാറ്. ഈ പ്രാവശ്യവും അത് നിലനിർത്തുമെന്ന് തന്നെയാണ്. തവനൂർ നിലനിർത്തുന്ന ഉറപ്പാണല്ലേ? പ്രതീക്ഷിക്കാം. നിങ്ങളെ? ഞാൻ തിരൂർ മണ്ഡലക്കാരനാണ്. തിരൂർ നിങ്ങൾക്കറിയാം ടൈറ്റ് മത്സരങ്ങളൊക്കെ നടക്കാറുണ്ടെങ്കിലും UDF ആണ് ഇത്രയും കാലമായിട്ട് വിജയിച്ചു വന്നിട്ടുള്ളത്. പുതിയ മണ്ഡലം വന്നതിന് ശേഷം ഇപ്പോൾ കുർക്കോളി മൊയ്തീൻ സാഹിബാണ് MLA. അവിടെ MLAക്ക് കിട്ടിയതിനേക്കാളും കൂടുതലായിട്ട് വോട്ട് അബ്ദുൽ സമദ് സമദാനിക്ക് ഭൂരിപക്ഷം കിട്ടും. ഞാനൊരു കോട്ടക്കൽ മണ്ഡലംകാരനാണ്. അബ്ദുൽ സമദ് സമദാനി ഒരു കോട്ടക്കൽ മണ്ഡലംകാരനും കൂടിയാണ്. മാത്രമല്ല 2011 ഇലക്ഷനിൽ സമദാനി സാഹിബായിരുന്നു അവിടുത്തെ MLA. അതുകൊണ്ട് തന്നെ ഇപ്രാവശ്യം അദ്ദേഹത്തിന് കൂടുതൽ വോട്ടുകൾ കരസ്ഥമായിക്കൊണ്ട് വൻ വിജയം നേടാൻ സാധിക്കും എന്നുള്ളതാണ് ഞങ്ങൾ പ്രതീക്ഷ.